നമ്മളിവിടെ സ്പൈസ് നാടിന്റെ പ്രീമിയം മസാല മിക്സ് വെച്ചിട്ടുള്ള ഒരു പോർക്ക് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പോർക്ക് റോസ്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയാണ്. സവാള നമ്മൾ യൂസ് ചെയ്യാറില്ല. ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, പിന്നെ മെയിൻ ഐറ്റം പോർക്ക്. നമ്മൾ മസാലകൾ യൂസ് ചെയ്യുന്നത് മസാലയായിട്ട് നമ്മുടെ സ്പൈസ് നാടിന്റെ പ്രീമിയം മസാല മിക്സ് പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ലേശം കുരുമുളക് പൊടി. അപ്പം നല്ല കനലൊക്കെയുള്ള നാടൻ വിറകടുപ്പിലേക്ക് ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങ കൊടുക്കും. നമ്മുടെ നാടൻ പന്നിക്കറിക്കകത്ത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് വരിക. തേങ്ങയൊക്കെ ഒത്തിരി ഒന്നും മൂപ്പിക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുള്ളി, അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, കറിവേപ്പില. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വഴച്ചെടുക്കാം. ഉള്ളി ഇങ്ങനെ വഴണ്ട് നമ്മുടെ കൂടെ മുഴുവനിട്ട് വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക. ഉള്ളി ഒത്തിരി ഒന്നും വഴങ്ങണ്ട, കാരണം പോർക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതല്ല, പോർക്ക് ഇതിനകത്ത് കിടന്നാൽ വേവുന്നത്. അപ്പോൾ ഉള്ളിയും വെന്തോളും. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം. വിറകടുപ്പാണെങ്കിലും തീ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. നന്നായിട്ട് നല്ല ഡാർക്ക് കളർ വന്നാലും നമ്മുടെ കറിക്കും നല്ല കളർ വരുള്ളൂ. നമുക്കിതിനകത്തേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഉപ്പ് നമ്മൾ ഉള്ളിക്കിട്ടിട്ടുണ്ട്. അത് കാരണം വെന്ത് കഴിയുമ്പോൾ ഉപ്പ് നോക്കിക്കിട്ടാൽ മതി. പോർക്കയറ ലേശം വെള്ളം, നല്ല തിളച്ച വെള്ളം പൊടിയിട്ട് ഞങ്ങൾ കഴുകി ഒഴിക്കാം. പച്ച വെള്ളം വെക്കണം. കറി എപ്പോഴും കറിക്ക് ടേസ്റ്റ് നമ്മൾ ഇച്ചിരി പൊടി കലക്കി ആ രീതിക്ക് ഒഴിക്കണം. ഈ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് ഇത് നമുക്ക് മൂടി വെക്കാം. ഇനി ഇതുകൊണ്ടിരുന്ന് വേണം. ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 തവണ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് മസാലയും കൂടെ ആവാം. നമ്മൾ ആദ്യം കുറച്ച് മസാല ചേർത്തുള്ളൂ. പോർക്കിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി അതിനകത്ത് കിടന്ന് നല്ല റോസ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പൈസ് നാടിൻ്റെ മസാല മിക്സ് ഒരു 1/2 ടീസ്പൂണും കൂടെ
ഇതിനകത്തേക്ക് കൊടുക്കാം. ഈ ലാസ്റ്റ് ഈ മസാല ചേർക്കുമ്പോൾ കുറച്ചധികം ഫ്ലേവർ നമുക്ക് കിട്ടും. അതിപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണെങ്കിലും നമ്മൾ കറി വാങ്ങുന്ന സമയത്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലേവർ ഡയറക്റ്റ് കിട്ടും, മൂപ്പിക്കുന്ന സമയത്ത് ചേർക്കുന്നത് കൂടാതെ. അതെ, നമ്മുടെ പന്നി റോസ്റ്റ്, പോർക്ക് റോസ്റ്റ് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡിയാണ്. എല്ലാവരും നമ്മുടെ സ്പൈസ് നാടിൻ്റെ മസാല വാങ്ങിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് മെയിൻ കാര്യം നോ പ്രിസർവേറ്റീവ്സ്, നോ കെമിക്കൽസ്. നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നു, നിങ്ങൾ തന്നെ മസാല നിങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നു. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കെമിക്കലും ഇല്ല, വയറിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരില്ല. പാക്കറ്റ് മസാലേനെ വെച്ച് ഫ്ലേവറും കൂടുതലാണ്. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന മസാലയുടെ പകുതി യൂസ് ചെയ്താൽ മതി. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ഈ മസാല വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സാധനം എത്തിച്ചേരും. അപ്പം നമ്മുടെ മസാല ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അതിലെനിക്ക് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ സമയം പോലെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. ഞങ്ങളുടെ ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അപ്പോൾ ബൈ, താങ്ക് യു.